അപ്പോൾ ഞാൻ കൊച്ചിയിലെത്തിയ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വന്നതിൻ്റെ അന്ന് തന്നെ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് നമ്മുടെ കൊച്ചിയിൽ തന്നെ ഫേമസ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഇലയിലേക്കാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോസ് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വരുമ്പോൾ തന്നെ പോയി ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കയറി ഇരുന്നിട്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തത് ഫിഷ് കറി മീൽസ്, പിന്നെ കൂടെ കഞ്ഞി, പ്രോൺസ്, ഫിഷ് കറി, കപ്പ, അങ്ങനെ കുറേ ഐറ്റംസ് ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് പതുക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തത്. കൊച്ചിയിൽ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനാണെങ്കിൽ മിക്ക ദിവസം രാത്രി കിടക്കാൻ നേരത്ത് സ്ക്രോൾ ചെയ്യുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ വീഡിയോസൊക്കെ കാണുന്നത്. അങ്ങനെ എന്തായാലും പോയി കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ചോറാണ് ആദ്യം ഓർഡർ ചെയ്തത്. അപ്പോൾ കഴിഞ്ഞിട്ടാണ് സ്പെഷ്യൽ കഞ്ഞിയും കാര്യങ്ങളുണ്ട് എന്ന് അറിഞ്ഞത്. അങ്ങനെ ഓർഡർ ചെയ്തു. പക്ഷേ എടുത്തു പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല ഹോംലി ഫുഡ് പോലെ തന്നെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എൻ്റെ ഫ്രണ്ടൊക്കെ എപ്പോഴും വന്ന് ഇവിടെ കഴിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ്. കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുന്നത്. പിന്നെ അതിൻ്റേതായ ഒരു കൊതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. പിന്നെ നാട്ടിലെ ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഭയങ്കര എടുത്തു പറയാൻ മാത്രം അത്രയ്ക്ക് വലിയ സെറ്റപ്പൊന്നുമല്ല, എന്നാലും നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന അതേപോലത്തെ ഒരു ഫുഡ് തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് കുറവാണ്, എല്ലാ കറികൾക്കും കുറച്ച് ഉപ്പ് കുറവാണ്. പക്ഷെ അതൊരു നല്ല കാര്യമാണ്, കാരണം എല്ലാവർക്കും ഉപ്പധികം പിടിക്കില്ലല്ലോ. അപ്പോൾ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിതാ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പതുക്കെയാണ് കേട്ടോ കഴിച്ചത്. ഭയങ്കര ചൂട് ഫീൽ ചെയ്തു, കാരണം ആ ഒരു സമയവും പിന്നെ ഭയങ്കര എരിവും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ പക്ഷെ നല്ല ചൂട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും അത് ഓർത്തിട്ട് ഭയങ്കര കൊതിയാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇനി ഇവിടെ വന്ന് കഴിക്കാം, കാരണം നല്ലൊരു സ്പോട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ കുറച്ച് അധികം നാളായി നമ്മൾ ലോങ് വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ട്, കാരണം ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും പതുക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് ഡെയിലി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഗ്യാപ്പ് വരാറുണ്ട്. എന്നാലും ഞാൻ ആക്റ്റീവായിട്ട് ഇടാൻ ശ്രമിക്കാറുണ്ട്. സോ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.